അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ രാവിലെ തന്നെ ഇതാ ഞാനിങ്ങനെ മാറ്റിയൊക്കെ റെഡി ആയി നിൽക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒന്ന് പുറത്ത് പോകണം കേട്ടോ. അതായത് മക്കൾക്കൊന്നും ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. പെരുന്നാളൊക്കെ അടുക്കാനായില്ലേ, 17, 18 അത് നോമ്പ് അങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. സാധാരണ ഞാൻ ഈ ഡ്രസ്സൊക്കെ നോമ്പിന് മുന്നേ വാങ്ങി വെക്കാറുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓൺലൈനായിട്ടും എനിക്ക് ഇപ്പോൾ നോമ്പിന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തൊക്കെ അറിയില്ല, ഡ്രസ്സിനൊന്നും വാങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് പോയി നോക്കാം എന്നുള്ള ഒരു രീതിയിൽ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9-9:30 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇതുമുന്നെ സ്കൂൾക്കാണ്ട് പറഞ്ഞയച്ചിട്ട് ഓൾക്ക് ഇന്നാണ് എക്സാം തുടങ്ങിയിട്ട് ഇതുമുന്ന്. അപ്പോൾ അവളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ രണ്ടാളൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഇതുമുന്നുള്ള സൈസൊക്കെ എനിക്ക് ഏകദേശം അറിയാം. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ വാങ്ങാറാണ് പതിവ് കേട്ടോ. ഞാൻ അവളങ്ങനെ കൊണ്ടുപോവാറില്ല ഇതുമുന്നെ. പിന്നെ നീനൂട്ടിന് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒറ്റയ്ക്ക് വേണ്ടല്ലോ എന്ന് കരുതി. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോരുക എന്ന് പറയുന്നത് പൊതുവേ ആണുങ്ങൾക്ക് മടിയുള്ള കാര്യമാണല്ലോ ഈ നമ്മുടെ കൂടെ ഈ ഒരു ഷോപ്പിങ്ങിന് പോരുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ നിർബന്ധിക്കാറില്ല. പൈസ അങ്ങോട്ട് വാങ്ങും, ഞങ്ങളാണ് പോകാറാണ് സ്ഥിരമായിട്ട്. കാരണം ഒക്കെ പെൺകുട്ടികളായതുകൊണ്ട് ഈ പെൺകുട്ടികളുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായതുകൊണ്ട് ഞാനും മക്കളും അങ്ങോട്ട് ഇറങ്ങലാണ് കേട്ടോ. അപ്പോൾ പിന്നെ വലിയ മോളില്ല. അപ്പോൾ നീനുട്ടി ഞാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഓട്ടോക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ പിടിക്കാൻ പോകാനുള്ള സ്ഥലത്തേക്ക് പോകാൻ കുറച്ച് നടക്കാനുണ്ട്. അവിടുന്ന് പിന്നെ അധികമില്ല ഈ ഒരു ഡ്രസ്സ് വാങ്ങാനുള്ള ഷോപ്പിലേക്ക് കിട്ടും. അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുണ്ടാക്കി തന്നാൽ എന്ന് ഓരോരുത്തരാക്കി തരണം. പിന്നെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നീനൂട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടുന്ന് ചെറുതായിട്ടൊരു പട്ടിഷയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് ഞാൻ മക്കൾക്ക് സാധാരണ അരീക്കോട് നിന്ന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഇതാ ഇവിടുന്നാണ് കേട്ടോ മക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കാറുള്ളത്. എബലെ എന്നുള്ള ഷോപ്പിൽ നിന്നാണ് എനിക്ക് ഒരു വെസ്റ്റേൺ ടൈപ്പായിട്ടും വെറൈറ്റി മോഡലായിട്ടൊക്കെ ഉള്ള അടിപൊളി ഡ്രസ്സുകൾ ഇതാ ഇവിടെ ഈ ഷോപ്പിൽ നിന്ന് എനിക്ക് ചെറിയൊരു കടയാണെങ്കിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. അവർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ നല്ല മോഡലൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരം അങ്ങോട്ടാണ് പോകാറ് മക്കൾക്ക് വാങ്ങാനുള്ളത് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ അവിടെ ഇനി കോഴിക്കോട് പോകണം, മഞ്ചേരി പോകണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നോക്കാറില്ല ഡ്രസ്സ് എടുക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം വാങ്ങും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഇന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ ഞാനും പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് 20-ാം തീയതി കഴിഞ്ഞാൽ ആ നല്ല മോഡൽ ഡിസൈനൊക്കെ വരും, അപ്പം നോക്കിയാൽ മതിയോ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകാറുള്ളത് മക്കൾക്കൊക്കെ. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അവർ നല്ല നല്ല മോഡൽ ഡിസൈനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വരികയാണെങ്കിൽ നമുക്ക് അന്ന് 2 ദിവസം കൂടി കഴിഞ്ഞാലുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി മടി പിടിച്ചൊന്ന് ഇറങ്ങി നോക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നീന് പറഞ്ഞതല്ല നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കരുതി കുറച്ച് അത്യാവശ്യം വേറെയും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ, ഒരു ചെറിയ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അതും ഇതൊക്കെ വാങ്ങാനുള്ളതില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി പോവാം. പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സുകൾ മാത്രമല്ലേ വാങ്ങാനുണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇതാ നടന്ന്. പിന്നെ എനിക്ക് ടോപ്പൊക്കെ തയ്ക്കാനുള്ള ക്ലോത്ത് എന്തെങ്കിലും നോക്കാൻ തരുത്. ഞാൻ സ്റ്റിച്ച് ചെയ്യാറാണല്ലോ. അപ്പോൾ റെഡിമെയ്ഡ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ ഓൺലൈനിൽ കേട്ടോ വാങ്ങാറുള്ളത്. ഇവിടെ എനിക്കങ്ങനെ സൈസ് കിട്ടാറില്ല. ഓൺലൈനിലാകുമ്പോൾ എനിക്ക് 4XL ഒക്കെ ആയിട്ട് കിട്ടും. അപ്പം അത് ക്ലോത്ത് നോക്കിയപ്പോൾ അവിടെയും നല്ലതൊന്നും എനിക്ക് കണ്ണിന് പിടിക്കണം അങ്ങനെ നല്ല എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഫുള്ള് മൂഞ്ചി ഒരു ദിവസമാണെന്ന് തോന്നുന്നു. വല്ല ഇഷ്ടപ്പെട്ട സംഗതികളൊന്നും കിട്ടിയില്ല കേട്ടോ. അവിടുന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്ന് ഒരു ഫാൻസി ഷോപ്പിലേക്ക് കയറിട്ടോ. ഒക്കെ അടുത്തടുത്തുള്ള കടയാണ്. ഒരു 4-5 കട അപ്പുറപ്പുറ കടയായതുകൊണ്ട് നമുക്ക് ഓട്ടോക്കൊന്നും പോകാനും വയ്യ. ഒക്കെ ആ ഒരു വട്ടത്തിലുള്ള കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫാൻസി ഐറ്റംസിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നീനൂട്ടി അങ്ങോട്ട് ഏറ്റെടുത്തോളും. അവൾ പിന്നെ ഫാൻസി അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് അതായത് കമ്മല, മാല, മോതിരം ഇങ്ങനെയുള്ള ഐറ്റംസും കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു കടയിൽ കൂടി ഒന്ന് കയറി അവിടെ എന്തെങ്കിലും ക്ലോത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവിടെ പോയപ്പോഴും എനിക്ക് പറ്റിയ ക്ലോത്തൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് നല്ലൊരു ചില്ലറ, അതായത് അടിവസ്ത്രങ്ങൾ, പിന്നെ അമ്മക്ക് നൈറ്റി, ഇപ്പാക്കുള്ള ഒരു തുണി, അങ്ങനെ മുണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾ വാങ്ങി. നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകൾ കണ്ടപ്പോൾ അവളെ പേരൊക്കെ കുറേ തപ്പിയിട്ടോ കിട്ടിയില്ല. പിന്നെ കുറച്ച് മുസമ്പി, പിന്നെ നമ്മുടെ പച്ച കളറുള്ള മുന്തിരി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല വെയിലും ചൂടൊക്കെ വരുന്നതിന് മുമ്പേ വീട്ടിലെത്തിയിട്ടോ. കാരണം അധികം നമ്മൾ സമയം എടുത്തില്ല. ഈ മക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ് അവിടെയാണ് ശരിക്കും സമയം നമുക്ക് കൂടുതലാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കയറാത്തതുകൊണ്ട് ഞങ്ങൾ 11-11:45 വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ്. കാരണം മുപ്പര് പ്രതീക്ഷിച്ചത് ഒരു 2 മണി 3 മണിയാവും. കാരണം ഇവരൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത്. കാരണം എത്രയും ലേറ്റ് ആവുമല്ലോ.
അപ്പോൾ വന്നത് അത്യാവശ്യം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളാണിത് കാണുന്നത്. ഒരു കുറച്ചു പിന്നെ നമ്മുടെ അടിവസ്ത്ര കാര്യങ്ങൾ വാങ്ങി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല. ഇന്ന് ഇങ്ങനെ പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പണികളൊന്നും തീർത്തിട്ടില്ല. രാവിലെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു, ഒന്നും കിട്ടിയില്ല എന്നുള്ള അവസ്ഥയാണ്. എന്തായാലും ഞാൻ വാങ്ങിയ സംഗതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതാ നീനുട്ടി ഒരു സ്പ്രേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു സംഭവം അവിടെ എത്തി വായിച്ചപ്പോഴാണ് എനിമി എന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങളതും പറഞ്ഞ് കുറേ ചിരിച്ചിട്ടോ, ഇതപ്പോൾ വാങ്ങിയതൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ വാങ്ങി. പിന്നെ എന്താ ഇതുമ്മൂനുള്ളതാണ് കേട്ടോ. അവൾക്ക് ഈ ഒരു പിങ്ക് കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ പിങ്ക് കളറിലുള്ള കുറച്ച് ക്ലിപ്പുകൾ മുടിമുഖത്തേക്ക് വാങ്ങി. പിന്നെ ഇതാ എല്ലാവർക്കും കുറേ ബ്ലാക്ക് ബണ്ണുകൾ വാങ്ങി കേട്ടോ. ഞാനായാലും സ്ഥിരമായിട്ട് ബ്ലാക്ക് ബണ്ണാണ് ഉപയോഗിക്കാറ്. ഏത് ഡ്രസ്സിലേക്ക് ഇടാമല്ലോ, നമുക്ക് പെട്ടെന്ന് കെട്ടി പോവാമല്ലോ. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഇത് നഖത്തുമ്മിൽ ഇടാനുള്ള മൈലാഞ്ചി, കൈയിൻ്റെ ഉള്ളനടിയിൽ ഇടാനുള്ള മൈലാഞ്ചി, ലിപ് ബാം, മോയ്സ്ചറൈസ് ക്രീം, ഇതാ നീനുട്ടിക്കൊരു മാല, ഒരു സിമ്പിളായിട്ടുള്ളൊരു മാല, പിന്നെ സൺസ്ക്രീം. ഇതാണ് എനിക്ക് വാങ്ങിയ കമ്മൽ കേട്ടോ. കണ്ടോ, ഒരു കമ്മൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഇട്ട് നോക്കണം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. അതിന് മോയ്സ്ചറൈസ് ക്രീം 2 വാങ്ങിയിട്ടുണ്ട്. ഒന്ന് കുഞ്ഞ്, അത് ഇതുമൂനാണ് കേട്ടോ. ഇതുമൂന് സ്വന്തക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കുഞ്ഞ് വാങ്ങി. പിന്നെ ലിപ് ബാമും അതുപോലെ തന്നെ ഇതുമൂന് സ്വന്തക്ക് വാങ്ങിയിട്ട്. ഇത് നീനുട്ടീൻ്റെ മുടിമണ്ണാണ്. ഒരു ബട്ടർഫ്ലൈ പോലെ മുടിമ കെട്ടാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയാം ഇവിടുന്ന് വാങ്ങി, ഫാൻസിന്ന് വാങ്ങിയത്. പിന്നെ ഇതാ ഞാൻ സാധാരണ അധികം കോട്ടൺ ഡ്രസ്സാണല്ലോ ഇടാറുള്ളത്. അപ്പോൾ അതൊന്ന് കോട്ടൺ അലക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അതും വാങ്ങിയിട്ടാ. അങ്ങനെ എല്ലാം കൂടെ ഇതൊക്കെ വാങ്ങി. മോതിരം 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ നീനുട്ടി നല്ലൊരു കമ്മലും വാങ്ങി. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഫേസ് സ്പ്രേ അടിപൊളിയാണ്, നല്ല മണമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവിടുന്ന് വാങ്ങിയത്. പക്ഷേ കണ്ടാൽ കുറച്ചേ തോന്നുള്ളൂ എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട്. നല്ല വിലയൊക്കെ അവിടെ കുറച്ച് അത്യാവശ്യം പൈസയൊക്കെ കൊടുത്തിറങ്ങി. പിന്നെ ഇതുമൂന്നൊന്ന് ഞാൻ വളമാല ഐറ്റംസ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. കാരണം മൂത്ത 2 മക്കളുണ്ടായി. ഞാൻ സത്യം പറഞ്ഞാൽ അവർക്ക് വാങ്ങി ഞാൻ ഒരു വക ആയതുകൊണ്ട് ഇതുമൂന്ന് പ്രസവിച്ച മുതൽ ഞാൻ അവർക്ക് കാത് കുത്തിയിട്ടില്ല, കമ്മലൊന്നും ഇട്ട് ശീലാക്കാത്തതുകൊണ്ട് അവൾക്കിപ്പോൾ വലിയ അതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. ഒരു വാച്ച് കയ്യുമ്മൽ കിട്ടി അതേ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു ഡ്രസ്സ് കിട്ടിയില്ല, അങ്ങനെ വിചാരിച്ച സംഭവങ്ങളും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, നീനൂട്ടിക്കോ ഇതുമൂന്നും മോളൂനും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാതെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങി. എന്നാലും പോയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി പോകുമ്പോൾ ഇതേപോലെ തന്നെ പെട്ടെന്ന് തീർത്ത് പോരാമല്ലോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളൊരു 10 മണിക്ക് ഇറങ്ങി 11 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഒരു വെയിലിങ്ങനെ ആ സമയമാണ്. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കിട്ടി. പിന്നെ എന്താ പറയുക, അങ്ങനെ നമ്മുടെ അടിവസ്ത്രങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കിട്ടി. അപ്പോൾ ഇനി ഇനി നമ്മുടെ പണികളൊക്കെ രാവിലെ ഒന്നും തീർക്കാതെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ശരിക്കും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായതുകൊണ്ട് പുലർച്ചെ ഭക്ഷണം അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് പോവും. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോയി കിടക്കും. പിന്നെ വന്ന് നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോൾ കിടക്കാനും ഉറങ്ങാനൊന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. രാത്രിയും ലേറ്റായിട്ട് ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നമുക്കിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകാനുള്ളത് കൊണ്ടും ഞാൻ പച്ചക്ക് എഴുന്നേറ്റ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടന്നു കേട്ടോ. കിടന്നതിന് ശേഷം ഇതുമൂന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് ഒരു 7:30 എഴുന്നേറ്റു. അവളെയൊക്കെ പറഞ്ഞയച്ചു. കുറച്ചേക്ക് പിന്നെ അടിച്ചു വാരുക അങ്ങനെയുള്ള പണികളൊക്കെ തീർത്തിട്ടുള്ളൂ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതിനൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പോകാൻ കഴിയില്ലല്ലോ, ഭയങ്കര വെയിലാവും പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കൊന്നൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ വേഗമാണ് പോയതാണ്. പണികളൊക്കെ ഉണ്ട്. ഇനി വെച്ചാകുമ്പോഴേക്കിന് അതൊക്കെ തീർത്തിട്ടും ഇതൊക്കെ അങ്ങനെയുള്ള പണികളൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് കുറച്ച് നേരം കിടന്നിട്ട് വേണം പിന്നെ വൈകുന്നേരത്തെ ഫുഡ്. അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. വെയിലൊക്കെ കൊണ്ട് പുറത്തൊന്നും ഇറങ്ങി വന്നാൽ പിന്നെ വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് വന്നിട്ട് വെള്ളം കുടിക്കാനും കൂടി വയ്യല്ലോ. അതാണ് എനിക്ക് ഈ നോമ്പ് വെച്ചിട്ട് പിന്നെ ഈ ഡ്രസ്സ് വാങ്ങാൻ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ടോ. അപ്പോൾ ഞങ്ങളധികം പിന്നെ നോമ്പിന് മുന്നേ വാങ്ങി വെക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. നോമ്പ് വരുന്നതിന് മുന്നേ വാങ്ങാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഓരോ കാരണങ്ങൾ കൊണ്ട് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഓരോ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയത്. എന്തായാലും ഇന്ന് ഒരു മണിക്കൂർ നടന്നു. അതായത് അടുത്തടുത്ത് തന്നെയാണ്. ഒരു 4 കടപ്പുറം അങ്ങനെ ഒരു ചെറിയൊരു ടൗൺ ആണല്ലോ. അപ്പം നമുക്ക് ഓട്ടോ വിളിച്ച് പോകാൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്ന് ആ വെയിലൊക്കെ കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. ഒരു അരമണിക്കൂർ നമ്മൾ കടന്ന് നീച്ചാൽ മാറുന്നതുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉമ്മാൻ്റെ നൈറ്റി. എനിക്ക് ഉമ്മ
പെരുന്നാൾക്ക് ഞാൻ വാങ്ങി കൊടുക്കുന്ന നൈറ്റി ഉണ്ട്. അതാട്ട് ഇഷ്ടം കുറേ കാലമായിട്ട്. ഞാൻ ആദ്യമൊക്കെ നൈറ്റി ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ സ്റ്റിച്ച് ചെയ്ത തുടക്കത്തിൽ. ഇപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര മടി കേട്ടോ. അത്യാവശ്യമുള്ള മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ക്ലോത്ത് കുറച്ച് ഇറക്കിയിട്ട്, അതായത് ഈ നമ്മുടെ ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ നല്ല ഒരു 100 ക്ലോത്തൊക്കെ ഇറക്കിയിട്ട് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് ഈ അയലകത്തിൽ വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്ത് നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മടിയാണ്. ഇപ്പോൾ ഞാൻ ഇമ്മാക്ക് റെഡിമെയ്ഡാണ് വാങ്ങിയത് കേട്ടോ. ഒന്നതാ ഇതും ഒന്ന് ഇതും. ഉമ്മ ഏതായാലും ഉമ്മാക്ക് ഇഷ്ടമുള്ള ഉമ്മ ഞാൻ വാങ്ങി കൊടുക്കുന്ന ഡ്രസ്സ് പെരുന്നാൾക്ക് ഇടുന്നതാണ്, ആ സുന്നത്ത് ഇടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് ആ എല്ലാ കൊല്ലം ഞാനങ്ങനെ വാങ്ങി കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് ഉമ്മ ഇടാറുള്ളത്. അവർ പിന്നെ ഇപ്പാക്ക് ഷർട്ട് പെന്നെ എടുക്കണം, കളറും കാര്യങ്ങളൊക്കെ ഇപ്പാക്ക് ഒരു ഇഷ്ടപ്പെട്ട കളറുണ്ട്. പിന്നെ അതെല്ലാം ഇട്ടിട്ടും ബോയ്സിൻ്റെ ആകുമ്പോൾ ഇടുമ്പോൾ അതൊരു പെർഫെക്ഷനൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ തുണിയാണ് ഇപ്രാവശ്യം വാങ്ങിയത്, ഷർട്ട്. പിന്നെ ഇപ്പോൾ വാങ്ങിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ തുത്തു അവൾ വാങ്ങിയിട്ടുണ്ട് ഉമ്മാക്ക്. അവന് ഇതൊക്കെയാണ് പരിപാടി. അവളൊരു ചുരിദാറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അമ്മക്ക് വേണ്ടിയിട്ടൊരു കുർത്ത ഓർഡർ ചെയ്ത്. ഇപ്പാക്ക് പിന്നെ തുണിയോ ഷർട്ട് എന്താ അറിയില്ല കേട്ടോ, ഇങ്ങോട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് എല്ലാം രണ്ടും കൂടി ഒക്കെ ആയിട്ട് പാക്ക് ചെയ്ത് ഇനി ജൂവിൻ്റെ അടുത്ത് കൊടുത്തേക്കണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ പെരുന്നാൾ ഡ്രസ്സ് വാങ്ങിയോ? എന്താ വാങ്ങിയത്? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്കിനി ശീല വാങ്ങിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പെരുന്നാൾക്ക് കുഴിച്ചിടാനുള്ള ഒരു നൈറ്റിയെങ്കിലും ക്ലോത്തെങ്കിലും കിട്ടിയെങ്കിൽ അതെങ്കിൽ തയ്ച്ച് വെക്കാമായിരുന്നു. പക്ഷേ സത്യം പറയാം, നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഒന്നും കണ്ണിന് പിടിച്ചില്ല കേട്ടോ. ഒക്കെ സ്ഥിരം കാണുന്ന പോലെ പൂക്കൾ ഇടുക അത് ഇതൊക്കെ ഇട്ട്. അപ്പം ഇനിയിപ്പം എന്തായാലും ഇവരെ ഡ്രസ്സ് വരുന്നതാണല്ലോ, ആ സമയത്ത് പോയി നോക്കുമ്പോൾ അടുത്ത എവിടെയെങ്കിലും ഒരു ക്ലോത്തൊക്കെ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ വാങ്ങണം. അതൊക്കെയാണ് വിചാരിച്ചാൽ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പോകുമല്ലോ. ഏതായാലും ഇന്നത്തെ പരിപാടി ഇതൊക്കെ ആയിരുന്നു. ഇനി നമ്മുടെ കിച്ചണിലേക്ക് ആ പാത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി കുറച്ച് നേരം കിടന്നിട്ടൊക്കെ ഞാൻ വരാം കേട്ടോ. അപ്പം ഞാൻ ഉമ്മാൻ്റെ നൈറ്റികളൊന്ന് ശരിക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതാണ് കേട്ടോ. ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. നല്ലൊരു കളർ, അധികം കുത്തുന്ന കളറും ഇടില്ല, പിന്നെ അധികം ലൈറ്റും ആയില്ല. അങ്ങനെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട 2 കളേഴ്സാണ് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പാക്ക് ഒരു മുണ്ടാണ് ഇതാണ് വാങ്ങിയത്. ബ്ലാക്ക് അര നോക്കി വാങ്ങിയതാണ്. ഇപ്പാക്ക് ഷർട്ട് വാങ്ങണത് എന്താ വെച്ചാൽ ഒന്നിലേക്ക് ക്ലോത്ത് വാങ്ങണം, പിന്നെ അത് സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തുണിയാക്കിയത്. ഇതാണ് ഇമ്മാക്ക് തുത്തു ഓർഡർ ചെയ്ത ഡ്രസ്സ് കേട്ടോ. അപ്പോൾ അത് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ഇങ്ങോട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ എല്ലാം കൂടെ നുജൂമിൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്തേക്കാന്ന് കരുതി പെരുന്നാളിൻ്റെ മുന്നേ. അപ്പം ഉമ്മാക്ക് എവിടേക്കെങ്കിലും പെരുന്നാൾക്ക് പോകാണ്ടെങ്കിൽ ചുരിദാർ ഇട്ട് പോകാം. വീട്ടിൽ രാവിലെ കുളിച്ച് മാറ്റാൻ എൻ്റെ നൈറ്റി ഇടുക, അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ നുജൂം എപ്പോഴും പറയും, ഇമ്മ താത്ത വാങ്ങി കൊടുക്കുന്ന മാക്സി ഇടുള്ളൂ അല്ലേ, അങ്ങനെയൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉമ്മ ഞാൻ വാങ്ങി കൊടുക്കുന്നത്, ആ പെരുന്നാൾക്ക് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് എന്തായാലും നൈറ്റി ഇനി വലിപ്പം ഒന്ന് അളന്ന് നോക്കണം. കാരണം ഇമ്മക്ക് കുറച്ച് നീളം കൂടുതലായി, കാരണം അധികം നീളമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ കൊടുത്തേക്കാം. പിന്നെ അങ്ങനെ എങ്ങനെ പറയണ്ടല്ലോ, ഒന്നിലെ മേലെ കൂടെ തയ്ക്കാനെങ്കിലും ഉണ്ടാവും. ഈ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് നമുക്ക് മേലെ കൂടെ തയ്ച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ പോരുമല്ലോ. അപ്പോൾ പിന്നെ അതിനൊന്നും നിൽക്കണ്ടല്ലോ, അതൊക്കെ തയ്ച്ചിട്ട് നാളെ നുജുമിനൊന്ന് വിളിച്ചിട്ട് സെറ്റാക്കി അവൻ്റെ അടുത്ത് കൊടുത്തേക്കാം എന്നൊക്കെയാണ് പ്ലാന്. എന്തായാലും ഞാൻ കുറച്ച് നേരം നമ്മുടെ പാത്രം കഴുകൽ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനൊരു അരമണിക്കൂറോളം കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കിടക്കാനൊന്നും അധികം കിടന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ. നമുക്ക് പിന്നെ തുത്തു വിളിച്ചു, വീഡിയോ കോൾ ചെയ്തു. അവൾ വിളിച്ചതിൻ്റെ ഒപ്പം തന്നെ ഉമ്മ വിളിച്ചു. അപ്പോൾ അമ്മാനെയും കൂടി അയക്ക് ആ വീഡിയോ കോൾക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോള് വിളിച്ചിട്ടോ. മോള് വിളിച്ചപ്പോൾ അവളെയും കൂടി ആഡ് ചെയ്തു. അങ്ങനെ 4 കൂടി ഒരു അരമണിക്കൂറോളം വീഡിയോ കോൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിടന്നു എന്നൊന്നും തോന്നില്ല. അങ്ങനെ സംസാരിച്ചിരുന്ന് അങ്ങനെ സമയം പെട്ടെന്ന് നോക്കിയപ്പോൾ 4 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം കിച്ചണിക്ക് ഓടി വന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കരുതി പത്തിരി ഇടിയപ്പം ആക്കാമെന്ന് കരുതി, ഉൾപ്പുട്ട് ആക്കാമെന്ന് കരുതി കേട്ടോ. കാരണം ഇനി പരത്തണം കുത്തണം നമുക്കിപ്പോൾ അല്ലെങ്കിലേ മടിയാണ് എനിക്കെല്ലാത്തിനും. പിന്നെ അതിലേക്ക് ഇപ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പോയി വന്നാൽ പിന്നെ ഒന്നും കൂടി മടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉൾപ്പിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. നോമ്പെല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിന് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കാൻ ഇഷ്ടം. കാരണം മൂപ്പർക്ക് ഇങ്ങനെ ഈ ഗ്യാസിൻ്റെ നെഞ്ചരിച്ചിൻ്റെ ഒക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് പുറത്തുനിന്നാകുമ്പോൾ
നോമ്പാകുമ്പോൾ നോമ്പല്ലാത്ത ടൈമിൽ കഴിക്കണ പോലെയല്ലല്ലോ. നോമ്പാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ഇതല്ലേ. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ നൂൽപുട്ടിനുള്ള പൊടി അതാ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇന്നലത്തെ നമ്മൾ കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുള്ളതുകൊണ്ട് മക്കളത് കഴിച്ചോളൂ. മക്കൾക്ക് പിന്നെ എപ്പോഴും ഗീ റൈസ് കിട്ടിയാൽ പിന്നെ വേണ്ടാന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അതെപ്പോഴും ആവശ്യം. അതുകൊണ്ട് എനിക്ക് അതുണ്ടല്ലോ. അപ്പോൾ ഞാൻ അധികം നൂൽപുട്ടൊന്നും ഉണ്ടാക്കാനില്ല. ഒരു 2 ഗ്ലാസ് പൊടി എടുത്തിട്ട് അവിടെ ഉപ്പൊക്കെ ഇട്ട് ചുടുവെള്ളമൊക്കെ പാർന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിവിടെ ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഗീ റൈസ് ആയതുകൊണ്ട് തന്നെ ഇതും നീനുട്ടിയൊക്കെ ഒന്ന് പറഞ്ഞു നമുക്ക് സ്റ്റൂ ഉണ്ടാക്കും വെച്ച് നല്ല കുറുന്നനുള്ള സ്റ്റൂ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നപ്പോൾ ഓക്കെ എന്നാൽ സ്റ്റൂ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു. മല്ലിച്ചപ്പ് പുതിനയൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് കണ്ട് സെറ്റാക്കി എടുക്കാമെന്ന് കരുതി. അവർക്ക് ആ ഒരു വെള്ള കളറിലുള്ള കറി ഉണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ വാടി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. പിന്നെ അതിലേക്ക് എന്താ പറയുക തക്കാളിയൊക്കെ ഇട്ടെടുത്ത് മസാലപ്പൊടികളൊക്കെ ഇട്ട് നല്ല ചിക്കനൊക്കെ ഇട്ടിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇടണ്ടല്ലോ. മല്ലിപ്പൊടി എന്താ ചിക്കൻ മസാല ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതവിടെ ഇങ്ങനെ ചിക്കൻ അതവിടെ ഇങ്ങനെ വേവുന്ന നേരം നമ്മൾ നൂൽപുട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കറണ്ടിൻ്റെ അടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഏതായാലും വെള്ളം വെക്കുമ്പോൾ ഞാൻ കരുതി ഒരു 4 മുട്ട പുഴുങ്ങാമെന്ന്. മുട്ട എനിക്കും കഴിക്കാം മക്കൾക്കൊക്കെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ 4 മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് അപ്പോഴേക്കും അവിടെ ചിക്കൻ നന്നായിട്ട് വെന്തു. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ആ പാത്രമൊക്കെ കഴുകി ഞാൻ പറഞ്ഞ പാത്രമൊക്കെ ഒരുപാട് കഴുകാനുണ്ട്. ആ കഴുകുന്ന ടൈമിൽ ഞാൻ കുറച്ച് കറണ്ട് എങ്ങനെ പോയാലോ ഇത് മഴ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മഴൻ്റെ ഇങ്ങനെ ഒരു കോളാണല്ലോ. മഴ വരുന്ന പോലെ തോന്നി. എവിടെയാണെങ്കിൽ മഴ എവിടെയെങ്കിലുമൊക്കെ പാറ്റിയാൽ തന്നെ കറണ്ട് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ കരുതി വേഗം തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കട്ടെ. എന്നാൽ പിന്നെ കറണ്ട് പോയാലും നമുക്ക് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ വേഗം ആ സമയത്ത് തന്നെ തേങ്ങാപ്പാലെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ വന്നപ്പോൾ അതൊക്കെ അതിലേക്ക് പാർന്ന് മേലെ ഞാൻ ബിരിയാണി മസാലയൊക്കെ ഇട്ടെടുത്തു. മല്ലിച്ചപ്പ് പുതിനൊക്കെ ഇട്ട് കറി അവിടെ സെറ്റായി. ഇതിപ്പോൾ നമ്മൾ നൂൽപുട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇന്ന് സ്നാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് നമുക്ക് മടിയുള്ള ഒരു ദിവസമാണ്. അപ്പം നൂൽപുട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അടുപ്പത്ത് ഞാനതാ നമ്മുടെ നെയ്ച്ചോറാണ് കേട്ടോ. അത് പിന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ട് ഒരു എന്താ പറയുക ഒരു റൈസ് ഇങ്ങനെ മുരിഞ്ഞ് വരില്ല. അങ്ങനെ ആവണം കേട്ടോ മക്കൾക്ക് ഇഷ്ടം. അങ്ങനെ ഇന്നുണ്ടാക്കിയ നെയ്ച്ചോറിനേക്കാണ് ഇഷ്ടം പിറ്റേന്ന് അത് ചൂടാക്കി കഴിക്കുന്ന നെയ്ച്ചോറാണ് അവർക്കൊക്കെ ഇഷ്ടം കേട്ടോ. എന്നാലും അതങ്ങനെ ചൂടാക്കി ചെറിയ തീയിൽ അങ്ങ് വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടൊക്കെ അവിടെ വേവുന്നുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ പിന്നെ നമ്മുടെ എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കൊണ്ടുവന്നിട്ട് ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്യുന്നുണ്ട്. മുന്തിരി ഉണ്ടായിരുന്നു. നീനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമുന്തിരി. അപ്പോൾ അത് കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചെറുതായിട്ട് ഉള്ള പണികളുള്ളൂ. അപ്പം പത്തിരി ആകുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ പരത്തി കുത്തിയൊക്കെ പണി. ഇതിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. വേഗമൊക്കെ ടേബിൾ മേൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തു മക്കൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറായപ്പോൾ അവർക്ക് പപ്പടം പൊരിച്ച് ചോദിച്ചു. ഞാൻ പിന്നെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് പപ്പടം പൊരിക്കണത് കേട്ടോ. അങ്ങനെ പൊരിച്ചൊക്കെ കൊണ്ടെടുത്ത് അവരതാ നെയ്ച്ചോറ് കഴിക്കുന്നുണ്ട്. നൂൽപുട്ട് അവിടെ വെച്ചിട്ട് അവരെ മൈൻഡ് ചെയ്യണം കൂടി ഇല്ല കേട്ടോ. പിന്നെ തൈരും അതൊക്കെ കുഴച്ച് അവർ ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. ബൈ.